BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിലേക്ക് നൽകേണ്ട ഉയർന്ന ഗുണനിലവാരമുള്ള മിൽമ നെയ്യ് മറിച്ചുവിറ്റെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ട്. മിൽമയുടെ പത്തനംതിട്ട യൂണിറ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഗൂഢാലോചനയും അഴിമതിയും വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിലേക്ക് എത്തേണ്ടിയിരുന്ന ഗുണമേന്മയുള്ള നെയ്യിന് പകരം ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നമാണ് വിതരണം ചെയ്തത്. അതീവ ആസൂത്രിതമായാണ് ഈ ക്രമക്കേട് നടന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പത്തനംതിട്ട യൂണിറ്റ് ഹെഡായും തിരുവനന്തപുരം ആസ്ഥാനത്തെ പ്രൊഡക്ഷൻ മാനേജറായും ഒരേ സമയം സേവനമനുഷ്ഠിച്ചിരുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് പ്രധാനമായും കണ്ടെത്തലുകൾ ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്ത് നിന്ന് അത് ശുപാർശ ചെയ്തതും ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടലുകൾ ദുരൂഹമാണെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടർ വിലയിരുത്തി. ക്രമക്കേടിന്റെ ഭാഗമായി ഈ ടെൻഡർ ഒഴിവാക്കി സീൽഡ് ടെൻഡർ കൊണ്ടുവന്നതായും മാർക്കറ്റിംഗ് വിഭാഗത്തെ പോലും വഞ്ചിച്ചെന്ന കരാറാണ് തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട്. പത്തനംതിട്ട ഭരണസമിതിയും തിരുവനന്തപുരം മേഖലാ യൂണിറ്റിനും ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുന്നതായും വിവരമുണ്ട്. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റികളുടെ പരിശോധനകൾ മറികടക്കുന്നതിനായി നെയ് പാക്കറ്റുകളിലെ ബാച്ച് നമ്പറുകളിൽ തിരിമറി നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പത്തനംതിട്ടയിലെ മിൽമ ഓഫീസിൽ വിജിലൻസ് സംഘം വിശദമായ പരിശോധന നടത്തി കഴിഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.